ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു BBQ ചിക്കൻ പിസ്സയാണ് കേട്ടോ. ഈ പിസ്സ ചെയ്തെടുക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷേ ഇതിൻ്റെ സ്റ്റെപ്സും ഇൻഗ്രീഡിയൻസും കറക്റ്റ് പ്രൊപ്പോർഷനിൽ ചെയ്താൽ മാത്രമേ ഒരു നല്ല പിസ്സ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ നിന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഈസ്റ്റ് ഒന്ന് പൊന്താൻ വെക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ബ്രൗൺ ഷുഗർ ഉണ്ട് എന്ന് വെച്ചാൽ ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതല്ല ഇതില്ലാന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ നോർമൽ നമ്മളെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ചെന്ന് വെച്ചാൽ ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നന്നായി ഈ ഈസ്റ്റ് പൊന്തി വന്നാൽ മാത്രമേ നമ്മളുടെ ഡോ കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പൊ നമ്മള് ഈ വെച്ചിരുന്ന ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പിനി ഇതിന് വേണ്ടിയിട്ടുള്ള മൈദ, ഇതിൻ്റെ ഡോ ഒന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ കുഴച്ച് കൊടുക്കുന്ന ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇത് മിൽക്ക് പൗഡറാണ്. ഏത് ടൈപ്പ് മിൽക്ക് പൗഡർ ആയാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡോവിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുവേ. അതോടൊപ്പം തന്നെ നമുക്കിതാ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, നമ്മൾ ഈസ്റ്റിലാണ് ഇത് കുഴച്ചെടുക്കുന്നതെങ്കിലും ഇങ്ങനെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ ശരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഡോ ഉണ്ടല്ലോ അതേ സ്ട്രക്ചറിൽ കിട്ടുവേ. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണയും അതുപോലെ നല്ലെണ്ണയൊന്നും ഒഴിക്കരുത്. 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ തരി നമ്മളെ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയാണ് അതിൻ്റെ ഡോ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതൊന്ന് ഒരു ഏകദേശം 5 മിനിറ്റോളം സമയം തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം നമ്മൾ ഈ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കില്ലേ അതേ ഒരു സ്ട്രക്ചറിലാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഈസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒപ്പം തന്നെ കുഴച്ചും കൊടുക്കാം. അപ്പം ഇതൊന്ന് ഡ്രൈ ആയിട്ടാണ് ആ ഈസ്റ്റ് ഒഴിച്ചത്. നമ്മൾ 1/2 കപ്പ് വെള്ളത്തിലല്ലേ ഈസ്റ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, അത് പൊന്താൻ വെച്ചത്. അപ്പോൾ ആ 1/2 കപ്പ് വെള്ളം പോരാതെ വരും. അപ്പം ഞാൻ ഒരു 1/2 കപ്പും കൂടെ ഇളം ചൂടുവെള്ളം കേട്ടോ, ഒരുപാട് ചൂടുള്ളതല്ല, അത് എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേശ്ശെയായി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പാകം പോരാ, അതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഇതിൻ്റെ ഡോ ഇരിക്കാനായിട്ട്. അപ്പം നമുക്കിത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുഴച്ചെടുക്കാൻ എനിക്ക് 1/2 കപ്പ് ഫുള്ള് വെള്ളം വേണ്ടി വന്നില്ല കേട്ടോ. ഇത്രയും വെള്ളം ബാക്കിയുണ്ട്. 1/2 കപ്പിലും കുറച്ചേ വന്നിട്ടുള്ളൂ, എനിക്ക് 1/2 കപ്പ് എടുത്തിട്ടില്ല ഫുള്ള്. അപ്പം നിങ്ങളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഓരോ മൈദയുടെ വ്യത്യാസം അനുസരിച്ചൊക്കെ വെള്ളത്തിൽ വ്യത്യാസം വരും കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു അയവിൽ വേണം നമുക്ക് ഇതോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം ഏകദേശം 1 ടീസ്പൂണൊക്കെ മതിയാവും ഒലിവ് ഓയിൽ ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുക്കണം നമുക്ക്, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോവേ. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഓയിലോ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് പൊന്താൻ വെക്കാം. ഇത് ഡബിളായിട്ട് വരണം കേട്ടോ. അപ്പം ഞാൻ ഇതിന്റെ മുകളിൽ ഒരു ക്ലിങ് ഫിലിമാണ് വെച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള മൂടി ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ നനഞ്ഞ തുണിയോ എന്തായാലും മതി കേട്ടോ. നിങ്ങൾ അത് വെച്ച് ഒന്ന് കവർ ചെയ്ത് 1 to 2 hours വരെ എടുക്കും ഇത് പൊന്തി വരാനായിട്ട്.
അപ്പൊ നമ്മുടെ ഡോ പൊന്താൻ വെച്ചിട്ടുള്ള സമയം കൊണ്ട് നമുക്ക് ആ ചിക്കന്റെ മസാല ഒന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഇവിടെ ഇപ്പൊ ചെയ്യുന്നത് BBQ ചിക്കൻ പിസയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂണോളം മതിയാവും കേട്ടോ. കുക്കിംഗ് ഓയിൽ കുറച്ച് മതിയെ ഒഴിച്ചു കൊടുക്കുക. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോ ഇതിലേക്ക് ഞാനിപ്പോ ചെറിയ പീസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് 400 ഗ്രാം, അതായത് 400 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്. ചെറിയ പീസസ് ആയി കട്ട് ചെയ്തതാണ്. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ആ ചിക്കൻ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ എല്ലാം ഇതുപോലെ വെള്ള കളർ വരുന്ന വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ഈ സമയത്ത്. ഇപ്പൊ നമ്മളുടെ ചിക്കനൊക്കെ നല്ല വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ പീസസും ആ വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാനിപ്പോ ഇവിടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. അപ്പൊ ഞാൻ ആ സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ BBQ സോസാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് 3 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ BBQ സോസ്. ഇതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ 3 സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഗാർലിക് നന്നായിട്ടൊന്ന് അരച്ചത്, അതായത് ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഒരു 1 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ബേസിലിന്റെ ലീവ്സ് കേട്ടോ. അതൊന്ന് കയ്യിൽ വെച്ചൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടുവേ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ കേട്ടോ. അതും കൂടി കയ്യിൽ വെച്ചൊന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് സോയാ സോസ് ചേർത്തത് കൊണ്ട് തന്നെ ഒരല്പം ഉപ്പുണ്ടാവും. പക്ഷെ എന്നാലും ഒരല്പം ഉപ്പിന്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് നിങ്ങൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വേണ്ട, ഫുള്ള് വേണ്ട കേട്ടോ. 1/2 കപ്പിലും കുറച്ച് താഴെയായിട്ട് ഇത് ചൂട് വെള്ളമാണ് കേട്ടോ. നന്നായി തിളപ്പിച്ച വെള്ളമാണ്. ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഈ ചിക്കൻ. അപ്പൊ നമുക്ക് ചിക്കൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഇതിന്റെ ഇടയിൽ 1-2 തവണ അതൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഇതിലുള്ള ഈ ചെറുതായിട്ട് കാണുന്ന ഈ ഗ്രേവി ഉണ്ടല്ലോ, അതൊന്ന് വറ്റി വരുന്ന വരയ്ക്കും ഒരു 5 മിനിറ്റ് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ചിക്കൻ ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പം തീ ഓഫ് ചെയ്യാണ്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഡോ ഒന്ന് ശരിയായിട്ടുണ്ടോന്നോ. ഇപ്പം നമ്മളുടെ ഡോ ഇവിടെ നന്നായിട്ട് ഇപ്പം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഡബിൾ സൈസിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്ക്വിഷി സ്ട്രക്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം. ഒന്ന് വലിയ ബലമൊന്നും എടുക്കാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചാൽ മതി. ഇനി ഇതിനെ നമുക്ക് 2 പോർഷനാക്കണം. നമ്മൾ 2 കപ്പ് മൈദയല്ലേ എടുത്തത്. അപ്പോൾ നമുക്ക് 2 പീസ് അതുകൊണ്ട് ചെയ്യാം. അപ്പോൾ 2 പോർഷനാക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതിയാക്കിയത് ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. മറ്റേ പോർഷൻ ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പോർഷൻ എടുത്തിട്ട് അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അടുത്തത് ഇതുപോലെ കവർ ചെയ്ത് തന്നെ വെക്കുക, അല്ലെങ്കിൽ ഡ്രൈ. അതിന് വേണ്ടി ഞാനൊരു പിസ്സ പാൻ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പറിന്റെ അടിയിലും മുകളിലും കുറച്ച് ഒലിവ് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അടിയിലും മുകളിലും തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോ ഉണ്ടല്ലോ, ഇതൊന്ന് ഇങ്ങനെ പിന്നിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം നമുക്ക്.
ഇതാ അപ്പൊ നിങ്ങൾക്ക് ഇത് ഒന്നുകിൽ നമ്മളെ ചപ്പാത്തി പലകേമ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പരത്തി കൊടുത്താലും മതി കേട്ടോ. കൈ വെച്ച് ഇങ്ങനെ പരത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കാരണം ഇത് ഡോ ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. അപ്പൊ കയ്യിലൊരല്പം എണ്ണ തടവുക. എന്നിട്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ എല്ലാ സൈഡും ഒരേപോലെ ആക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1/2 ഇഞ്ച് കട്ടി വേണം ഇതിന്, ഈ പിസ്സ ഡോ ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പൊ നമുക്ക് നന്നായിട്ട് അങ്ങ് 2 കൈയും വെച്ചങ്ങ് പരത്തി കൊടുക്കാം. ഇതാ അപ്പൊ ഞാനൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ അരികു വശത്തേക്ക് ഒരല്പം ഇങ്ങനെ കൈ വെച്ച് ഇതൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ആ സൈഡ് നല്ല കറക്റ്റ് ആയിട്ട് ഇരിക്കുവേ. ഇതേ ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്നൊരു 15 മിനിറ്റ്സോളം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഒരു ക്ലിങ് ഫില്ലിംഗ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മൂടി വെച്ചിട്ട് അടച്ചാലും മതി. മൂടി വെക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ. കാരണം നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പൊന്തി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഞാനിപ്പോൾ ഒരു മൂടി വെച്ചിട്ട് ലിഡ് വെച്ചിട്ടാണ് അടച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഹോൾ ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ആ ഒരു ഫോയിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു ഗ്രാമ്പ് വെച്ചിട്ടാണ് കേട്ടോ അത് ഫില്ല് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് 15 മിനിറ്റ്സേക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. നമ്മളുടെ ഡോ ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ മൈക്രോവേവ് ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൈക്രോവേവിലേക്ക് വെക്കുന്നതിന് മുന്നായിട്ട് ഇതിലല്പം ഒരു റവ നമുക്ക് ഇതിൻ്റെ ചുറ്റും, അതായത് അരികുവശത്തായി ഇട്ട് കൊടുക്കുക. നമ്മൾ പിസ്സ ഹട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ല ഇങ്ങനെ തരി തരിയായിട്ട് കിടക്കുന്നത്, അതിനുള്ള ആ കറക്റ്റ് സ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ റവ ഇട്ട് കൊടുക്കുന്നത്. അതുമാത്രമല്ല ക്രസ്റ്റിന് ആ ഒരു അരികുവശത്ത് നല്ല ഒരു ക്രിസ്പി ആയിട്ടും വരും. അപ്പോൾ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇത് ഇട്ടതിന് ശേഷം മൈക്രോവേവിൽ വെച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ ആ സ്റ്റാൻഡ് വെച്ചിട്ട് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അടച്ചിട്ട് 180യിൽ നമുക്ക് 10 മിനിറ്റ്സ് കൊടുക്കാം കേട്ടോ. ഇതാ 180യിൽ ഞാൻ 10 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. അപ്പൊ പലരുടെ ഓവന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കുക. 10 മിനിറ്റ്സ് ആവണേലും മുന്നേ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, ഒരു 8 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ടി ഒരു സോസ്, പിസ്സ സോസ് ഉണ്ടാക്കണം. നമ്മൾ ഇന്നിപ്പം BBQ അതായത് ബാർബേക്യൂ ആയിട്ടുള്ള ചിക്കൻ പിസ്സയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഈസി ആയിട്ടുള്ള ഒരു പിസ്സ സോസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഞാനിപ്പോ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം BBQ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് തന്നെ BBQ സോസ് ഒഴിക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഹണി കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ ഇട്ട പോലെ ഒറിഗാനോ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേസിൽ ലീവ്സും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എനിക്കിവിടെ 8 മിനിറ്റ് ഇപ്പൊ എടുത്തിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് ആ കളർ ചേഞ്ച് ഒന്ന് വന്നതോടുകൂടി ഞാനിപ്പോ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ജസ്റ്റ് ആ കളർ ചേഞ്ച് ഒന്ന് വന്നു. നല്ല സോഫ്റ്റ് ആയി തന്നെയാണ് നമ്മൾ ഡോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ സോസ് ഉണ്ടല്ലോ അത് ഇതിന്റെ മുകളിലേക്ക് കുറേശ്ശെ ഒഴിച്ച് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള സോസ് 2 പിസ്സയ്ക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണേ. അപ്പൊ ഞാൻ ആ സോസ് നന്നായി പരത്തി കൊടുത്തിട്ടുണ്ട്. ഈ അരികു വശത്തേക്ക് അങ്ങ് ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോ ചെഡാർ ചീസ് ഉണ്ട്. അപ്പൊ ഞാനതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ടോട്ടൽ 200 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. ഈ 200 ഗ്രാം 2 പിസ്സയിലേക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളത്.
ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ഒക്കെ ആണോ അത് എടുക്കാം കേട്ടോ. ഞാനിപ്പോ ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, അതുപോലെ സവോള, ഇത് കുറച്ച് ബ്ലാക്ക് ഒലീവ്സ്, ഇത്രയും ഐറ്റംസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് ഓരോരുത്തരെയും ഭാവനയ്ക്ക് അനുസരിച്ച് എങ്ങനെയാണോ നല്ല ഭംഗിയിൽ വെക്കുക അതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ വെജിറ്റബിൾസും ചിക്കനും ചീസും എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മൊസറല്ല ചീസ് വിതറി കൊടുക്കാം. മൊസറല്ല ചീസ് വിതറിയതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ചെഡാർ ചീസ് ഉണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെ മുകളിൽ അവിടെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെഡാർ ചീസും കൂടി വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത് വെക്കുന്നില്ലെങ്കിൽ മൊസറല്ല ചീസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ഒറിഗാനോയും 1 ടീസ്പൂൺ ബേസിൽ ലീവ്സും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഈ 3 ഹെർബ്സും ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് ക്ലിപ്പ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സും കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിസ്സയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ പിസ്സ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട്. ഞാനപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഞാനപ്പോൾ പിസ്സ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ, അതിൻ്റെ അടിവശം, അതായത് ആ ക്രസ്റ്റ് കണ്ടോ, ഉൾവശം സോഫ്റ്റായിട്ടും അരികുവശം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള പിസ്സ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ല.